ഹായ് കൂട്ടുകാരെ, നമുക്ക് ചാക്കിൽ കപ്പ നട്ടാലോ? ദാ ഇത്രയായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ നട്ടിട്ടൊരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ട്, നല്ല നന്നായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതിൽ നട്ട് കഴിഞ്ഞാൽ എന്താ, എലിയൊന്നും കയറി ഉപദ്രവിക്കില്ല. പിന്നെ നമുക്കത് ശ്രദ്ധിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. നന്നായിട്ട് കിഴങ്ങുണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് കണ്ടാലോ? ദാ നമ്മൾ പോട്ടി മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ചാക്കിൽ. അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി കപ്പത്തണ്ട് മുറിച്ചെടുക്കണം. ദാ ഇതുപോലത്തെ നല്ല നല്ല കപ്പത്തണ്ട് നോക്കി തിരഞ്ഞെടുക്കണം. ദാ ഇത്രയും ഒരടിയിൽ താഴെ മതി. ഒരു 3-4 മുട്ടുകളാണ് അതിൽ വേണ്ടത്. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ചോട് ഭാഗം കറക്റ്റായിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇതിൽ നമുക്കിനി ഈ കപ്പത്തണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഭയങ്കര എളുപ്പമാണ്. ഒന്ന് നനച്ച് കൊടുക്കണം. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് നനയ്ക്കണം. ഇപ്പോൾ എപ്പം വേണം നമുക്ക് നടാട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് നമുക്കിനി ആ കപ്പത്തണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഒരു കുറച്ച് കാൽഭാഗം താഴോട്ട് വരണം, മുക്കാൽ ഭാഗം മുകളിലേക്ക്. അത് ഇത്തിരി ചെരിച്ച് വെച്ചാലും കുഴപ്പമില്ല, നേരെ വെച്ചാലും കുഴപ്പമില്ല. ഇതാണ് നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ചുവട് പ്രത്യേകം താഴെയായിട്ട്. അത് നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ആ മണ്ണിൽ കുത്തി വെച്ച് മുറിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ നട്ട് വെച്ചിട്ട് ഒരു 3-4 ദിവസം കൂടുമ്പോഴേക്കൊന്ന് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്താൽ മതി. നമുക്ക് അത്യാവശ്യമുള്ള വീട്ടിലുള്ള കപ്പയൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ. ഭയങ്കര എളുപ്പമാണ്. ഈ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചാക്ക് എടുത്ത് അല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വള്ളി കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ചോടിലെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ടിങ്ങനെ മടക്കി വെച്ചാൽ മതി. അപ്പം നല്ല അടിഭാഗം നല്ല വിസ്താരമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരാഴ്ച കഴിയുമ്പോൾ പതുക്കെ തന്നെ മുളയൊക്കെ വന്നു തുടങ്ങും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 2 മാസമായി. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളിങ്ങനെ ഇന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. സബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ് ചെയ്യണേ. താങ്ക്സ്.